പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രോഗ്രാം പുറപ്പാട് പുസ്തകത്തിലെ സ്ത്രീകളെ അടിസ്ഥാനമാക്കി. 1. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മിഡ് വൈഫുമാർ ആരെല്ലാം? ഉത്തരം ഷിപ്ര, പൂവ. പുറപ്പാട് പുസ്തകം 1:15. ചോദ്യം 2. സൂതികർമ്മിണികൾ എത്തും മുമ്പേ പ്രസവിച്ചിരുന്നവർ. ഉത്തരം എബ്രായ സ്ത്രീകൾ. പുറപ്പാട് 1:19. ചോദ്യം 3. കൽക്കത്തി ഉപയോഗിച്ച സ്ത്രീ. ഉത്തരം സിപ്പോറ. പുറപ്പാട് 4:25. ചോദ്യം 4. തപ്പോടും നൃത്തത്തോടും കൂടെ മിരിയാമിന് പിന്നാലെ പോയതാര്? ഉത്തരം എബ്രായ സ്ത്രീകൾ. പുറപ്പാട് 15:20-21. ചോദ്യം 5. സഹോദരനെ വെള്ളത്തിൽ കിടത്തിയവൾ. ഉത്തരം മിരിയാം. പുറപ്പാട് 2:3-4. ചോദ്യം 6. ദൈവത്തെ ഭയപ്പെടുകയും രാജകൽപ്പനയെ തിരസ്കരിക്കുകയും ചെയ്തവർ. ഉത്തരം ഷിപ്ര, പൂവ. പുറപ്പാട് 1:15-17. ചോദ്യം 7. ലേവി കുടുംബത്തിലെ അംഗത്തെ വിവാഹം ചെയ്തവൾ. ഉത്തരം യോഖേബേദ്. പുറപ്പാട് 6:16-23. ചോദ്യം 8. മിസ്രയീമ്യരെ കൊള്ളയടിച്ചവർ. ഉത്തരം എബ്രായ സ്ത്രീകൾ. പുറപ്പാട് 3:21-22. 12:35-36. 9. ചോദ്യം. ആരെ ക്ലേശിപ്പിക്കാൻ പാടില്ല? ഉത്തരം വിധവയെയും അനാഥയെയും. പുറപ്പാട് 22:22. ചോദ്യം 10. അപ്പൻ്റെ ആടുകൾക്ക് കുടിപ്പാൻ വെള്ളം നിറച്ചവർ. ഉത്തരം മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിൻ്റെ 7 പുത്രിമാർ. പുറപ്പാട് 2:16-17. ചോദ്യം 11. നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞതാര്? ഉത്തരം സിപ്പോറ. പുറപ്പാട് പുസ്തകം 4:25-26. ചോദ്യം 12. കയ്യിൽ തപ്പെടുത്തവൾ. ഉത്തരം മിരിയാം. പുറപ്പാട് 15:20. ചോദ്യം 13. ഫിനെഹാസിനെ പ്രസവിച്ചതാര്? ഉത്തരം ഫൂതിയേലിൻ്റെ പുത്രി. പുറപ്പാട് 6:25. ചോദ്യം 14. കോലാട്ട് രോമം നൂറ്റ് കൊണ്ടുവന്നതാര്? ഉത്തരം സാമർത്ഥ്യത്താൽ ഹൃദയത്തിൽ ഉത്സാഹം തോന്നിയ സ്ത്രീകൾ. പുറപ്പാട് 35:26. ചോദ്യം 15. പ്രതിഗാനം പാടിയതാര്? ഉത്തരം മിരിയാം. പുറപ്പാട് 15:21. ചോദ്യം 16. അഹ്റോൻ്റെ ഭാര്യ ആര്? ഉത്തരം എലിഷേബ. പുറപ്പാട് 6:23. ചോദ്യം 17. മകനെ പരിച്ഛേദന ചെയ്തവൾ ആര്? ഉത്തരം സിപ്പോറ. പുറപ്പാട് പുസ്തകം 4:25. ചോദ്യം 18. പ്രതിഫലം മേടിച്ച് കുഞ്ഞിനെ പാലൂട്ടിയവൾ ആര്? ഉത്തരം യോഖേബേദ്. പുറപ്പാട് 2:7-9. ചോദ്യം 19.
സംബന്ധത്തിന് നിയമിക്കപ്പെട്ട ആരെ അന്യജാതിക്ക് വിൽക്കുവാൻ യജമാനന് അധികാരമില്ല. ഉത്തരം ദാസിയായി വിൽക്കപ്പെട്ടവളെ. പുറപ്പാട് 21 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 20. കാളയുടെ ഉടമസ്ഥൻ യജമാനന് 30 ശേക്കൽ വെള്ളി നൽകുകയും ആ കാളയെ കൊന്നുകളയുകയും ചെയ്യുന്നത് ആരെ കുത്തിയാലാണ്? ഉത്തരം ദാസിയെ. പുറപ്പാട് 21 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 21. ശമ്പളം മേടിച്ച് സ്വന്തം മകനെ വളർത്തിയവൾ. ഉത്തരം യോഖേബേദ്. പുറപ്പാട് പുസ്തകം 2 9 വാക്യം. ചോദ്യം 22. ആരുടെ കാതിലെ പൊൻകുണുക്കുകൾ കൊണ്ടാണ് കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയത്? ഉത്തരം ഇസ്രായേൽ പുരുഷന്മാരുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും. പുറപ്പാട് 32 2. ചോദ്യം 23. അയൽക്കാരോടും അതിഥിയായി പാർക്കുന്നവരോടും വെള്ളി, പൊന്ന് എന്നിവ കൊണ്ടുള്ള ആഭരണങ്ങൾ ചോദിച്ചു വാങ്ങിയവർ. ഉത്തരം എബ്രായ സ്ത്രീകൾ. പുറപ്പാട് 3 21 മുതൽ 22 വരെ, 12 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 24. മിസ്രൈമിലെ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്തിരുന്നവർ. ഉത്തരം ഷിപ്ര പൂവ. പുറപ്പാട് പുസ്തകം 1 15 വാക്യം. ചോദ്യം 25. നല്ല തിറമുള്ള സ്ത്രീകൾ ആര്? ഉത്തരം എബ്രായ സ്ത്രീകൾ. പുറപ്പാട് 1 19. ചോദ്യം 26. നർത്തകിയായിരുന്ന പ്രവാചകി ആര്? ഉത്തരം മിരിയാം. പുറപ്പാട് പുസ്തകം 15 20 വാക്യം. ചോദ്യം 27. പെട്ടകത്തിൽ കീലും പശയും തേച്ചത് ആര്? ഉത്തരം യോഖേബേദ്. പുറപ്പാട് പുസ്തകം 2 3. ചോദ്യം 28. പെട്ടകം തുറന്നപ്പോൾ പൈതലിനെ കണ്ടതാര്? ഉത്തരം ഫറവോന്റെ പുത്രി. പുറപ്പാട് 2 5 6 വാക്യങ്ങൾ. ചോദ്യം 29. അനുജന് എന്ത് സംഭവിക്കുമെന്നറിയുവാൻ ദൂരത്ത് നിന്ന് നോക്കിയതാര്? ഉത്തരം മിരിയാം. പുറപ്പാട് പുസ്തകം 2 4. ചോദ്യം 30. എബ്രായ ബാലന് മോശ എന്ന് പേരിട്ടത് ആര്? ഉത്തരം ഫറവോന്റെ പുത്രി. പുറപ്പാട് പുസ്തകം 2 10 വാക്യം. വിവാഹത്തിന് നിശ്ചയിക്കപ്പെടാത്ത ഒരു കന്യകയെ ഒരുത്തൻ വശീകരിച്ച് അവളോടുകൂടെ ശയിച്ചാൽ എന്തു ചെയ്യണം? ഉത്തരം അവൻ സ്ത്രീധനം കൊടുത്ത് അവളെ വിവാഹം ചെയ്യണം. പുറപ്പാട് 22 16 വാക്യം. ചോദ്യം 32. പണം വാങ്ങാതെ വെറുതെ വിടേണ്ടത് ആരെ? ഉത്തരം തൻ്റെ ആദ്യ ഭാര്യയായ ദാസിയെ ഉപജീവനവും ഉടുപ്പും വിവാഹമുറയും യജമാനൻ തൻ്റെ ദാസിക്ക് നൽകുന്നില്ലെങ്കിൽ. ചോദ്യം 33. തങ്ങളുടെ കൈകൊണ്ട് നൂറ്റെടുത്ത നീലനൂലും ധൂമ്രനൂലും ചുവപ്പുനൂലും പഞ്ഞുനൂലും കൊണ്ടുവന്നത് ആര്? ഉത്തരം സാമർഥ്യമുള്ള സ്ത്രീകൾ. പുറപ്പാട് 35 25. ചോദ്യം 34. യജമാനൻ തൻ്റെ ദാസിയെ അടിച്ചു കണ്ണിനോ പല്ലിനോ ദോഷം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ദാസിയുടെ കണ്ണിനും പല്ലിനും പകരം സ്വതന്ത്രയായി വിട്ടയക്കണം. പുറപ്പാട് 21 26 മുതൽ 27 വരെ. ചോദ്യം 35. തൻ്റെ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ച മാതാവ്. ഉത്തരം യോഖേബേദ്. പുറപ്പാട് 2 3 വാക്യം. ചോദ്യം 36. ഒരുത്തൻ തൻ്റെ പുത്രിയെ എങ്ങനെ വിൽക്കുമ്പോഴാണ് ദാസന്മാർ പോകും പോലെ പോകാൻ പാടില്ലാത്തത്? ഉത്തരം ദാസിയായി. പുറപ്പാട് 21 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 37. ഉപജീവനം, ഉടുപ്പ്, വിവാഹമുറ ഇവ ആർക്ക് കുറയ്ക്കാൻ പാടില്ല? ഉത്തരം യജമാനൻ തൻ്റെ ആദ്യ ഭാര്യയായ ദാസിക്ക്. പുറപ്പാട് 21 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 38. ഞാങ്ങണപ്പെട്ടകം വാങ്ങിയവൾ.
ഉത്തരം യോഹേബേദ്. പുറപ്പാട് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 39. ദൈവം നന്മ ചെയ്തത് ആർക്ക്? ഉത്തരം സൂതികർമ്മിണികൾക്ക്. ക്ഷിപ്ര, പൂവ. പുറപ്പാട് 1-ാം അധ്യായം 15-20 വാക്യങ്ങൾ. ചോദ്യം 40. ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടവൾ. ഉത്തരം ഫറവോന്റെ പുത്രി. പുറപ്പാട് 2-ാം അധ്യായം 5-9 വാക്യങ്ങൾ. ചോദ്യം 41. കിണറിൽ നിന്നും വെള്ളം കോരിയപ്പോൾ ഇടയന്മാർ ആട്ടിക്കളഞ്ഞതാരെ? ഉത്തരം മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിന്റെ പുത്രിമാരെ. പുറപ്പാട് 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. ചോദ്യം 42. കഴുതപ്പുറത്ത് യാത്ര ചെയ്ത സ്ത്രീ. ഉത്തരം സിപ്പോറ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 43. നദീതീരത്തുകൂടി നടന്നവർ. ഉത്തരം ഫറവോന്റെ പുത്രിയുടെ ദാസിമാർ. പുറപ്പാട് 2-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 44. വെള്ളി, പൊന്നാഭരണങ്ങൾ, വസ്ത്രം എന്നിവ മിസ്രയീമിൽ നിന്ന് വാങ്ങി സ്വന്തം പുത്രിമാരെ ധരിപ്പിച്ചവർ. ഉത്തരം എബ്രായ സ്ത്രീകൾ. പുറപ്പാട് 3-ന്റെ 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 12-ാം അധ്യായം 35 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 45. മനുഷ്യർ തമ്മിലുള്ള ശണ്ഠയ്ക്കിടയിൽ ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പോയാൽ എന്താണ് ചെയ്യേണ്ടത്? ഉത്തരം ന്യായാധിപന്മാർ വിധിക്കും പോലെ അടിച്ചവൻ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ നൽകണം. പുറപ്പാട് 21-ന്റെ 22. ചോദ്യം 46. യഹോവയ്ക്ക് വഴിപാടായി വള, കുണുക്ക്, മോതിരം, മാല മുതലായ കൊണ്ടുവന്നതാര്? ഉത്തരം ഔദാര്യ മനസ്സുള്ള സ്ത്രീകൾ. പുറപ്പാട് പുസ്തകം 35-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 47. ജീവനോടെ വയ്ക്കാൻ പാടില്ലാത്തതാരെ? ഉത്തരം ക്ഷുദ്രകാരികളെ. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 48. യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ എന്ന് പാടിയതാര്? ഉത്തരം മിര്യാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 49. മോശ വെള്ളം കോരിക്കൊടുത്ത് ആടുകളെ വെള്ളം കുടിക്കാൻ സഹായിച്ചതാരെ? ഉത്തരം യിത്രോവിന്റെ പുത്രിമാരെ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15 മുതൽ 19 വരെ. കരയുന്ന കുട്ടിയോട് അലിവ് തോന്നിയത് ആർക്ക്? ഉത്തരം ഫറവോന്റെ പുത്രിക്ക്. പുറപ്പാട് 2-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. വന്നതാര്? ഉത്തരം ഫറവോന്റെ പുത്രി. പുറപ്പാട് 2-ാം അധ്യായം 5-ാം വാക്യം.